ഹലോ, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഇന്ന് ലിയാൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പോൾ ബാക്കി എല്ലാവരും പോയി. ഇനി ഞാനും കിച്ചുവാണ് ഇനി ഇറങ്ങാനുള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കിച്ചു എപ്പോഴും ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ പറയും എൻ്റെ വീഡിയോസ് ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നു. ഞാൻ കാറിൽ പോകുന്ന ഷോർട്സ് എടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ കട്ടറി വീഴുമ്പോൾ ഞാനും അതിൻ്റെ കൂടെ ഇങ്ങനെ എൻ്റെ ക്യാമറയൊക്കെ ഇങ്ങനെ ചാടി പോകുന്നു. അപ്പോൾ എനിക്ക് 5 lakh സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തരുന്നു എന്ന് പറഞ്ഞ് ഇന്നലെ എനിക്കൊരു സാധനം തന്നു. ഇതെന്താണ് ഇത്? ഈ ഗിംബൽ എന്ന് പറഞ്ഞൊരു സാധനമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്നും അറിയത്തില്ല. ഇനി പതുക്കെ ഇത് അൺബോക്സ് ഒക്കെ ചെയ്ത് ഐ ഹാവ് ടു ലേൺ ഹൗ ടു യൂസ് ഇറ്റ്. ഞാൻ അല്ലാതെ ആൾക്കാരൊക്കെ അത് യൂസ് ചെയ്യണം കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കിച്ചു വേണത് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ എനിക്കും അതൊന്ന് യൂസ് ചെയ്യാൻ പഠിക്കണം. അപ്പം എൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റും. എല്ലാവരും ഇറങ്ങി, നമ്മളും കൂടെ ഇറങ്ങാവുള്ളൂ. അപ്പോൾ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. Happy birthday, Lian. Come fast. You have to cut the cake. Come fast. Come. Cheese. Are you happy? I think camera okay. Camera okay must. അവിടെ Come down. She's waiting for a pic with you. And then I'll take you to the gifts place. Yes. Come, stand here. Come stand here. Stand here. No. Look behind the stand. Ammu wants this whole picture plate. Look, Ammu wants to help you open the chocolate. Okay, come, I'll open. Who's opening up? Look there. See here. Lian? Okay, then come and take a picture with me. Come take a picture. I'll take you. Just for the picture, then I'll get you the kids. Look at Lian. Smile, then I'll get you. Take a picture there, dear. ഞാൻ കുറച്ച് റെഫറൻസ് കാണിച്ച് നമ്മുടെ തീരുമാനിച്ച Why are you blushing? Smile, Lian. Lian, smile.
Are you ready? 1, 2, 3, start. Happy birthday to you. Happy birthday to you. Happy birthday, dear Lian. Happy birthday to you. Yay! Give cake to mom. Will you share some cake? Give. Yay! Good boy. Good boy. Should I some cake? Osi. അമ്മൂമ്മ കൊടുക്കട്ടെ അമ്മൂമ്മ Mama is gonna be. Lian? അപ്പൂപ്പനെ ഉമ്മയും കൂടി ഒന്നും എടുത്ത് ഷെയർ ചെയ്യും. Lian, Bowser, look at Bowser. Say cheese. No, look, Bowser is coming from the back door. Say cheese so the Bowser can come out. Say cheese. Smile. Appu, pole, Appu, mask. Appachi, avada nokka. Hey, look at camera nokka. Cheese. Kitti. Koda kitti. Straight ആയിട്ട് straight ആയിട്ട്. എന്ത് കോസാണ് ശരിയല്ല വീട്ടിൽ വരുന്ന കോൺട്രാക്ടറിനോട് നമ്മൾ ഇങ്ങനെ പോസ് ചെയ്യുന്നത് തെറ്റാണ്. അമ്മയെ നോക്കി വീട്ടിൽ ചെയ്ത പണി അത്ര നന്നായിരുന്നത് നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിക്കാൻ അച്ഛൻ കയറി വന്നപ്പോഴേ നമ്മൾ അയ്യോ ക്യാമറ ഇവ കൊള്ളാം ലണ്ടനിൽ പോവാൻ നിൽക്കുക അതെ ഞാൻ സിമിയെ കണ്ടുടനെ പറഞ്ഞു ഇതുപോലെ ഒരു ഡ്രസ്സ് അവിടെ തറയിൽ കിടക്കണ ഞാൻ കണ്ട് ആ ഗസ്റ്റ് റൂമിൽ തറയിൽ കിടക്കണ കണ്ട് ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഓ കേർഡ് റൈസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത്രയും ബിരിയാണി ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ? നമ്മൾ ലിയാൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ യാസ്മിൻ wanted to meet me and she wanted to say something. I'll share that with you all. ആൻറ്റിയുടെ വലിയൊരു ഫാനാണ് ഞങ്ങൾ രണ്ടുപേരും. എല്ലാ വ്ളോഗും ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്. Thank you so much. And I was like surprised to know you're not even a Malayali and you're speaking such good Malayalam. ആൻറ്റി ഞങ്ങളെ ഭയങ്കര ഫേവറേറ്റാണ്. ഇനിയും കുറേ വ്ളോഗ് ഇടണം കേട്ടോ. എൻ്റെ വ്ളോഗിൽ എന്താ യാസ്മിനൊക്കെ ശരിക്കും ഇഷ്ടം തോന്നുന്നത്? ലൈക്ക് വാട്ട് ഈസ് ഇറ്റ്? നാച്ചുറലായിട്ട് എല്ലാം ഇടും ആൻറ്റി. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ എപ്പോഴും ആലോചിക്കുക ഞാൻ ഇങ്ങനെ പലയിടത്തും വെച്ച് പലരും എന്നെ ഇതുപോലെ ഒന്ന് കാണും. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് അതൊന്നും ഇട്ടാലോ. പക്ഷേ ഇതുവരെ ആരുടെ റെക്കോർഡ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഐം ജസ്റ്റ് എൻ്റെ അടുത്ത വ്ളോഗിൽ യു വിൽ ബി ദെയർ. താങ്ക് യു സോ മച്ച്. നമുക്കൊരു സെൽഫി എടുത്താലോ? ഓക്കെ.
നിനക്ക് തമിഴ് വായിക്കാൻ അറിയോ? മദർ ടങ് ആണ്, പക്ഷെ തമിഴ് എങ്ങനെ എഴുതാനും വായിക്കാനും പഠിച്ചേ? അങ്ങനെ മലയാളമേ പഠിച്ചിട്ടും തമിഴ് പഠിക്കാൻ മാട്ടാ. ഓ, നന്നായിട്ട് എഴുതുവോ തമിഴ്? സുമാറാ? സുമാറല്ല, സൂപ്പറാ. സൂപ്പറാ. പെട്ടെടുത്ത തായ്ക്കും തത്തെടുത്ത മണ്ണുക്ക് എനിക്കുമേ ദ്രോഹം പണമായിട്ട്. എന്തോന്ന്, ഏത് സിനിമ ഡയലോഗാ? പെട്ടെടുത്ത തായ് തമിഴ്നാട്, പിന്നെ തത്തെടുത്ത മണ്ണ് അഡോപ്റ്റ് ചെയ്ത മലയാളം, കേരളം, രണ്ടിനും നമ്മൾ ദ്രോഹം ചെയ്തുവിടാം. രണ്ടിനും ദ്രോഹം ചെയ്തു വിടുന്ന. അതുകൊണ്ട് ഈക്വലി ഞാൻ 2 ലാംഗ്വേജും പഠിച്ചു. ഓ അങ്ങനെ. തമിഴ് എന്തറിയാമോ? പക്ഷെ മലയാളം കൂടുതൽ അറിയായിരിക്കില്ലേ സ്കൂളിൽ പഠിച്ചോണ്ട്? പക്ഷെ എനിക്ക് ഫെയിൽ ആവുമായിരുന്നു മലയാളത്തിൽ. മലയാളത്തിൽ ഫെയിൽ ആവുമായിരുന്നു? കാരണം വീട്ടിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ മലയാളം? അച്ഛന് പക്ഷെ മലയാളം അറിയില്ലേ? അച്ഛൻ നല്ല മലയാളമാണ്. അമ്മയ്ക്ക് ഇപ്പോഴും അച്ഛൻ ചൈൽഡ് ഓൺവേർഡ്സ് ഇവിടെയാണ്. അമ്മ കല്യാണം കഴിഞ്ഞിട്ടല്ലേ വന്നത്. അപ്പം അതിനൊരിത് ഞാൻ ഒരു എസ്സേ എഴുതല് അതിൽ തമിഴ് മിക്സ് വരും. എനിക്ക് മലയാളത്തിലേക്ക് മലയാളത്തിലെ ആ വാക്ക് കാണത്തില്ല. അത് തമിഴ് വാക്ക് എഴുതി വെക്കും അല്ലേ? അങ്ങനെയാണ് പൊട്ടണത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. 12 കേട്ടിട്ടുണ്ട്. 12 ഔട്ട് ഓഫ് 12 1 ഓസിക്ക് 100 കിട്ടിയിട്ടില്ല, 1ഉം 2ഉം ഒക്കെ. അത് മാസ്. മലയാളം പിന്നെ 8 കഴിഞ്ഞ് ഞാൻ സാൻസ്ക്രിറ്റാണ് പഠിച്ചത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? അതോ സെക്കൻഡ് ലാംഗ്വേജ് കുഴപ്പമില്ല. ഓക്കെ. ഹിന്ദി പോലും എനിക്ക് എഴുതാനും വായിക്കാനും അറിയാം, പക്ഷെ അർത്ഥം അറിയില്ല. അർത്ഥം അറിയില്ലേ? ഏതോ ചീക്കെ കോയി ബാത് नहीं है. അവിടെ എന്താ സംഭവിക്കുന്നത്? Say please. Say please. Say please. Please, please, she'll give you. Please. Okay, take it. തലേ പോയി, ബോഡി പോയി. അശ്വന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്നത്. അത് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞല്ലോ. നീ എന്തോ ചെയ്യും? Lian. Happy birthday to you. Happy birthday to you. Happy birthday dear Lian. Happy birthday to you. Happy birthday, sweetie. How was your day? How was your party? Good. Did you enjoy? Put your hand down. Did you enjoy? Did you enjoy your birthday, Liam? Put your hand down, Liam. Did you enjoy your birthday party? Did you have fun? Which was your favorite part about the party? എന്തെടുക്കാനോ? ഇഷാനി, you look nice. Only head. No. Shoe. You keep. എനിക്ക് അയച്ചു തരണേ. വലിയ ക്രൈം കമ്മിറ്റ് ചെയ്തത്. So that was ലിയാൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി. നിൽക്കുന്ന മൈഷാനി. ഇന്നിവിടുത്തെ കളർ വാസ് റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ. നമ്മളെ ഹൗസസ് സോ ഞങ്ങൾ റെഡ്,
ഗ്രീൻ ആയിരുന്നു കുറവ്. അത് ബിനീഷ് ചേട്ടനും അപ്പച്ചി മാത്രമാണ് ഗ്രീൻ. ഗ്രീൻ ബാക്കി കപ്പ് കേക്ക്സ് വരെ ഗ്രീൻ ആണ് ബാക്കിയുള്ളത്. ആ ഗ്രീനിന് ആരൊക്കെ വേണ്ട ഗ്രീൻ കപ്പ് കേക്ക്സ് വരെ ബാക്കി. ആ ഈ ബലൂൺസിൻ്റെ ഒക്കെ കളറായിരുന്നു നമ്മുടെ ഡ്രസ്സ് എല്ലാവരും ഇട്ടെ. അപ്പൂപ്പൻ യെല്ലോ, അമ്മൂമ്മ ബ്ലൂ, ഞാൻ റെഡ്, കിച്ചു ബ്ലൂ. അമ്മു എന്നിട്ടത് വേദികയിൽ നിന്ന് വാങ്ങിച്ചൊരു അടിപൊളി സാരി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. വെരി ബ്യൂട്ടിഫുൾ സാരി. ആൻഡ് സോ ദീനം സിവിയൊക്കെ പോകുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു സിവി ഓസി ഇട്ട സെയിം. Osi, come. They want to talk about the highlight of today's birthday party. അവിടെ കല മാറ്റിയാ. See, both of us. സെയിം Actually, we planned it good. യെസ് നമ്മള് ഇന്നലെ ഫോൺ വിളിച്ച് രാത്രി ചോദിച്ചു വെസ്റ്റ് സൈഡിലെ ഡ്രസ്സ് തന്നെയാണോ ഇന്നേ, അതുകൊണ്ട് അത് ഇട്ടത്. അതേതായാലും ഓക്കെ സീ യു ടുമോറോ. ബൈ 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 ബൈ. ലിയാൻ Bye bye. Bye, big friend. സേ ബൈ. എല്ലാം അടിച്ച് ചവിട്ടി പൊട്ടിച്ചു. I was talking about Ammu sari. Very pretty sari and I like the back part of the blouse. കുറച്ച് ലൂസ് ആണെങ്കിൽ കുഴപ്പമില്ല നോക്കട്ടെ. റിയ ഇട്ടേക്കണ ഫ്രോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിന്റെ ലിങ്ക് എനിക്ക് അയച്ചു തരാന്ന് പറഞ്ഞു. വെരി പ്രിറ്റി. ഉമ്മ എവിടുന്ന് ഓൺലൈൻ. ഇറ്റ്സ് നൈസ്, വെരി പ്രിറ്റി. ഞാനും എൻ്റെ ബെസ്റ്റി. അതെ. When did you അമ്മ റിയക്കാൾ ഒത്തിരി ഹൈറ്റ്? അതല്ല ഞാൻ അന്തം വിട്ടത്. ഐ ആം taller than her but like I'm wearing ചെറിയ ഹൈറ്റ് വ്യത്യാസം. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് റിയ ഇത്ര ഉള്ളപ്പോൾ ഞാൻ ഇത്രയും ഉണ്ട്. എനിക്ക് ആ പെട്ടെന്ന് ഞാൻ വെച്ചാൽ അമ്മ അങ്ങനെ പൊക്കം കൂടിയത്. ഭയങ്കര പൊക്കം. ഇറ്റ്സ് നോട്ട് വെരി ഹൈ. അപ്പൊ അതിനെ ഷോ നോക്കട്ടെ എന്റെ നെയിൽ പോളിഷിന്റെ കളർ. വാട്ട് യു കോൾ ദിസ് കളർ? Ash പോലത്തെ. ഓസി ലൈറ്റ് ഷെയ്ഡ് ഇടാത്തെന്താ? ആ സ്ഥലത്ത് ഇതായിരുന്നു ആ കൂട്ടത്തിലിരുന്നല്ല. ബാക്കിയൊക്കെ കട്ട പിടിച്ചിരിക്കും. നമ്മുടെ വീട്ടില് നല്ലതുണ്ട്. അവിടെ ബാക്കി ചെയ്തോണ്ട് എടുത്തിട്ട് ലിയാൻ മറ്റേ ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. ലിയാൻ what do you want baby? What do you want, Liam? I don't want something. You want chicken? You want the chicken from the TV? ചമ്മലായി. No, I want it. അവന് വേണം, ആര്യനാണ് വേണ്ടത്, ഇവനല്ല. ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്ന ഇത് കാണാനായിട്ട് ഇവിടെ ഒരു പൂച്ച വന്ന് നിൽക്കുന്ന കണ്ടോ? എന്താടാ 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 ഇവിടെ പോയി എന്താ നിനക്കിന്ന് ഫുഡൊന്നും കിട്ടിയില്ലേ? ഫുഡ് കിട്ടിയില്ലേ? പോടാ. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാവരും ഡാൻസ് കളിക്കട്ടാ. 1 2 അത്രേ ഉള്ളൂ. ആദ്യം ചെയ്താലോ? 1 2 3 സ്റ്റാർട്ട്. ഇല്ലുമിനാറ്റി. ഒന്നുകൂടി 1 2 3 സ്റ്റാർട്ട്. This is fun. അപ്പച്ചി കറക്റ്റ്, ഡാഡിയാണ് കറക്റ്റ്. 1 2 3 1 2 3 സ്റ്റാർട്ട്. ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി. സ്ലോ ആണോ അമ്മോ? സ്ലോ ഡൗൺ ചെയ്തു മൊത്തത്തില്. ആണോ? ഈ രണ്ടെണ്ണം ആകുമ്പോ ഇപ്പൊ എങ്ങനെയാക്കി? നമ്മള് ഇതിന് പകരം 1 2 You can't team with let them do the same step. നമ്മൾ ഇങ്ങനെയാണ് അവിടെ ഡാഡിക്ക് പറഞ്ഞു കൊടുക്കടാ. ആദ്യത്തെ ഫാസ്റ്റ് ഈ ഭാഗം കാണിക്കും. ഇത് മനസ്സിലായില്ലേ? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ കൂടിയ സ്റ്റെപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ സെയിം ചെയ്താൽ മതി. എല്ലാവരും ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചെയ്യണം. നമുക്കൊന്ന് പാട്ടിട്ട് എങ്ങനെ ആൾക്കാരെ കൊണ്ടുവരണം
ഞാനും തോന്നി. അപ്പൊ അമ്മ മറ്റേ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തോ. നമ്മൾ ഇങ്ങനെ നിന്നിട്ട് 1 2 चंदा मेरी चंदा तुझे कैसे मैंने समझाऊं. ओके तू लगती है ഇങ്ങനെ ആക്കി അമ്മയൊന്ന് ബാക്കി പോയിട്ട് तुझे लगती है तो कितनी അല്ല ഇത് അമ്മ ഇതല്ല ഞാനെന്താ പറഞ്ഞ അല്ല ഇവിടെ मुझे लगती है तो मुझे लगती है तो कितनी प्यारी वेയിലാണ് കിടക്കുന്നത്. എന്നിട്ടൊരു കോറസ് ഉണ്ട്. ചന്ദ മേരി ചന്ദ. നിന്നെ വെറും ചന്താന്ന് വിളിക്കണം. നിന്നെ നിന്നെ വെറും ചന്താന്ന് വിളിക്കുന്നു. ഓക്കെ 2 3 എന്നാ ഇവരത് ചെയ്തോട്ടെ. നമുക്ക് പൊസിഷനിലോട്ട് എന്നിട്ടൊരു കോറസ് ഉണ്ട്. എന്നിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആവണം. ഗുഡ് മോർണിംഗ്. വീട് മെസ്സാണെന്ന് മാത്രം പറയുന്നത് മെസ്സാണ്. 3 സാധനങ്ങൾ വന്നുകൊണ്ട് ഇരിക്കുക. ഇത് നമ്മുടെ ഒരാൾ ഡ്രസ്സും കാര്യങ്ങളും. ഇന്ന് രാവിലെ ഹൻസിക കോളേജിൽ പോകുന്നു. അപ്പോൾ റെഡി ആയിട്ട് വരും. എനിക്ക് മൈലാഞ്ചി ഇട്ട് തരാനായിട്ട് അമ്പിളി എന്ന് പറയുന്ന കുട്ടി, ഷീസ് എ ഹെന്ന ആർട്ടിസ്റ്റ്, ഷീസ് കം. അപ്പോൾ എൻ്റെ മൈലാഞ്ചി ഇരുന്നേക്കാൾ ജസ്റ്റ് ഷെയർ വിത്ത് ഓക്കെ. എൻ്റെ പണിയെല്ലാം ഞാൻ വിട്ടുകളെ. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഓസിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടേക്കുന്ന മെയിൻറ്റെയിനാണ്. എനിക്ക് എറണാകുളത്തുള്ള അമ്പിളി എന്ന് പറഞ്ഞൊരു കുട്ടി, ആ കുട്ടിയുടെ ഇൻസ്റ്റാ പേജ് വഴിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. മെഹന്തി ബൈ അമ്പി എന്നാണ് അമ്പിളിയുടെ ഇൻസ്റ്റാ പേജ്. വെരി സ്വീറ്റ് ഗേൾ. ഷീ ഐ തിങ്ക് ഇന്നലെ രാത്രി ട്രിവാൻഡ്രം എത്തി. ഇന്ന് വെളുപ്പിന് പോയി 7 o'clock വീട്ടിൽ വന്നു. ആൻഡ് കുറേ നേരമായിരുന്നു എനിക്കിട്ട് തന്നെ. അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഇന്ന് രാത്രി അമ്പിളിയാണ് ഹൻസൂനും കൂടെ ഇടുന്നത്. ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു. താങ്ക് യു അമ്പിളി. താങ്ക് യു.
ഇതാണ് അമ്പിളി. എൻ്റെ കൈ വെച്ച് മൊബൈൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അമ്പിളി കൊണ്ട് നന്നായിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ഒരു പുതിയ ടൈപ്പ് ഡിസൈൻ, ഈ ഡാർക്ക്നെസ് ഇങ്ങനെ കുറച്ച് ഇടുന്ന ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ ഇതൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം എന്താ ഈ ടൈപ്പൊക്കെ വന്ന് ഫാഷൻ ആയതിനു ശേഷം ഞാൻ മൈലാഞ്ചി അങ്ങനെ കാര്യമായിട്ട് ഇട്ടിട്ടില്ല. ആൻഡ് ഐ ഓൾവേസ് വോണ്ടഡ് ടു പുട്ട് നന്നായിട്ട്. അപ്പോൾ ഈ ഒരു ഒക്കേഷൻ വന്നിട്ട് ഒരു ചാൻസ് കിട്ടി. താങ്ക് യു സോ മച്ച്. എൻ്റെ മൈലാഞ്ചി ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിന്നെ ഒന്ന് കാണിക്കാതില്ലേ? എന്നെ ഞാൻ അലമ്പായിട്ട് നിൽക്കണം. നീ നിന്നെ കാണിക്കും. ഞാൻ ഒരു സ്ഥലം വരെ ഓടാൻ നിൽക്കുകയാണ്. ടാറ്റാ. നിന്നെ കൈ വെച്ച് മാത്രം ഞാൻ ഇറങ്ങുവാ. അപ്പോൾ ലിയാൻ്റെ ബർത്ത്ഡേ പാർട്ടിയുടെ കുറേ വിഷ്വൽസാണ് എൻ്റെ ഈ വ്ളോഗിൽ മെയിനായിട്ടുള്ളത്. നൈസ് വിഷ്വൽസും തന്മി ഇട്ടു ഒരു 2 ദിവസം മുമ്പ് തന്മിയുടെ ചാനലിൽ. പക്ഷേ ഈ വിഷ്വൽസൊക്കെ എനിക്ക് എൻ്റെ ഒരു യൂട്യൂബ് വ്ളോഗിൽ ഇടണം എന്നുണ്ടായിരുന്നു. ഞാൻ ക്യാപ്ചർ ചെയ്തതൊക്കെ ഒരു മെമ്മറിക്ക് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ തന്മി ഇട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇടുന്നത്. അപ്പോൾ ഐ വാസ് പ്ലാനിങ് ടു പുട്ട് തന്നെ. അപ്പോൾ ഞാൻ തന്മി ഇട്ടപ്പോൾ വെച്ചാൽ തന്മിയുടെ നന്നായിട്ടൊന്ന് പോട്ടെ തന്നെ അയൽപ്പോട്ട്. ഞാനൊരു പാർത്താസിൽ ഒരു സാധനം വാങ്ങിക്കാൻ വന്നു. എൻ്റെ മൈലാഞ്ചി നോക്കിയേ നല്ല ഡാർക്കായിട്ടുണ്ട്. ജോവിന് അങ്ങോട്ട് നിർത്താവേ. തൊണ്ട പോയിരിക്കുക. കുറേ ദിവസമായിട്ട് എല്ലാവർക്കും ത്രോട്ട് പ്രോബ്ലമാണ്. ഞാനിവിടെ ഒന്ന് ഇറങ്ങിക്കോട്ടെ. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ നീട്ടുന്നില്ല. ഐ ഹോപ്പ് യു ഓൾ വിൽ എൻജോയ് ദിസ് വീഡിയോ ഫൈൻ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, എന്നാലും സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, തൊണ്ട പോയി. അപ്പോൾ സീ ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഭയങ്കര വെയിൽ. സോ ഞാനിനി പാർത്താസിൽ ചെറിയൊരു കുട്ടി ഷോപ്പ്. കാറിൽ കയറിയിട്ട് ലിപ്സ്റ്റിക് ഇട്ടു. ഞാൻ അപ്പത്തോടെ ലിപ്സ്റ്റിക്കും കൈ പിടിച്ചുകൊണ്ട് നടക്കാം. സോ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം കേട്ടോ. ബൈ, ടേക്ക് കെയർ. അഡീഷണൽ ഫുട്ടേജ്. ഞാൻ ഇത് വാങ്ങാനാണ് ഇവിടെ വന്നത്. ഡാഡിക്ക് ഓണത്തിനുള്ളൊരു സംഭവം. ഞാനൊരു ഷർട്ടിന് ഇവിടെ ഓർഡർ കൊടുത്തിരുന്നു, അത് പിക്ക് ചെയ്യാൻ വന്നത്. അപ്പോൾ ഓക്കെ, അഡീഷണൽ ഫുട്ടേജ് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ബൈ.